മമ്മൂട്ടിയും ജ്യോതികയും പ്രധാന വേഷത്തിലെത്തിയ കാതൽ OTT റിലീസിന് ആമസോൺ പ്രൈമിലൂടെയാണ് ചിത്രം റിലീസിന് ഒരുങ്ങുന്നത്. ഇന്ന് മുതൽ ചിത്രം സൗജന്യമായി സ്ട്രീമിംഗ് ആരംഭിക്കും. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തതിൽ കേരളത്തിന് അകത്തും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് കാതൽ. മമ്മൂട്ടി തന്റെ കരിയറിൽ ഇതുവരെ അവതരിപ്പിക്കാത്ത സ്വവർഗാനുരാഗിയായ കഥാപാത്രത്തെ അവതരിപ്പിച്ച് കയ്യടി നേടിയിരുന്ന ചിത്രം കൂടിയാണിത്. ഒരു സൂപ്പർ താരം ഇത്തരമൊരു കഥാപാത്രത്തിലെത്തിയതായിരുന്നു സിനിമയുടെ പ്രധാന വിജയവും. ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജ്യോതികയായിരുന്നു നായിക. റിലീസ് ചെയ്ത് 50ഓളം ദിവസങ്ങൾ പിന്നിടുമ്പോൾ കാതൽ OTTയിൽ എത്തുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. മമ്മൂട്ടി തന്നെയാണ് ഈ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. കുടുംബം പ്രമേയമായി വന്നിട്ടുള്ള സിനിമകളിൽ ധീരമായ ഒരു ചുവടുവെപ്പായിരുന്നു കാതൽ. നിരൂപക പ്രേക്ഷക പ്രശംസ നേടി എന്നത് മാത്രമല്ല, വാണിജ്യപരമായും കാതൽ വിജയമായി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കാതലിനെ പ്രശംസിച്ച് ദി ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം വലിയ ചർച്ചയായിരുന്നു. സുധി കോഴിക്കോട്, RS പണിക്കർ, മുത്തുമണി, ചിന്നു ചാന്ദിനി തുടങ്ങിയവരാണ് കാതലിലെ മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.